ഹരേ കൃഷ്ണ. ജയശ്രീ രാധേ രാധേ. വൈകുണ്ഠ ഏകാദശിയാണല്ലോ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി അഥവാ മോക്ഷദ ഏകാദശി എന്നും ഇത് പറയുന്നു. ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് മോക്ഷദ ഏകാദശി. ഉത്തരായന സമയം എന്ന് പറയുമ്പോൾ ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയാണ്. ഈ സമയത്ത് ദേവന്മാരുടെ പകലാണ്. സൂര്യൻ്റെ വടക്കോട്ടുള്ള യാത്രയാണ് ഉത്തരായനം. ദേവന്മാരുടെ പകൽക്കാലം ആരംഭിക്കുന്നത്, അതായത് മനുഷ്യർക്ക് അത് വളരെ ഉത്തമമായ പൂജകൾക്കും വ്രതത്തിനും ധ്യാനത്തിനും ജപത്തിനും എല്ലാം ഇരട്ടി ഫലം നൽകുന്നു. ഈ സമയത്ത് എടുക്കുന്ന വ്രതങ്ങൾക്കും ഇരട്ടി പുണ്യഫലമാണ് കിട്ടുന്നത്. സ്വർഗവാതിൽ തുറക്കുന്ന ഏകാദശിയാണ്, അത് പേര് പോലെ തന്നെ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നു. ഗുരുവായൂർ ഏകാദശിയെ ഉത്ഥാന ഏകാദശി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭഗവാൻ ഉണർന്നു വരികയാണ്, എന്നിട്ട് സ്വർഗവാതിൽ തുറക്കുന്നതാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിൽ മരണപ്പെടുന്നവർക്ക് സ്വർഗം പ്രാപ്തമാകുന്നു എന്നാണ് പറയുന്നത്. ഡിസംബർ 30, 31 എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. ഡിസംബർ 30 ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ദശമി തിഥിയാണ് നിൽക്കുന്നത്. സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം രാവിലെ 7:50 ആകുമ്പോഴാണ് ഏകാദശി തിഥി തുടങ്ങുന്നത്. ഇതുകൊണ്ടാണ് 2 അഭിപ്രായങ്ങൾ വരാൻ കാരണം. ഈ സമയത്തിൻ്റെ വ്യത്യാസം കാരണം ഏകാദശിയെ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഇതിനെ ആനന്ദപക്ഷ ഏകാദശി എന്നും ഭൂരിപക്ഷ ഏകാദശി എന്നും വിളിക്കുന്നു. സാധാരണ കലണ്ടറുകളിൽ ഡിസംബർ 30 ഏകാദശി കൊടുത്തിട്ടുണ്ട്. കുറേ ക്ഷേത്രങ്ങളിൽ ഡിസംബർ 30 ഏകാദശി ആചരിക്കുന്നുണ്ട്. പ്രധാനമായും ഇസ്കോൺ ഡിവോട്ടീസും അവരെ ഡിസംബർ 31 ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഇവർക്ക് ദശമി തിഥിയുടെ ഒരു അംശം പോലും ഏകാദശി ദിവസം വരാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഡിസംബർ 31 ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത്. വൈഷ്ണവ സമ്പ്രദായ പ്രകാരം ദശമി തിഥി തീരെ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദ്വാദശി ചേർന്ന് വരുന്ന തിഥിയാണ് ബുധനാഴ്ചയായിട്ട് വ്രതം എടുക്കുന്നത്. ഗുരുവായൂരിൽ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തി നിർഭരവുമായാണ് അനുഷ്ഠിക്കുന്നത്. സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകളും നടത്തുന്നുണ്ട്. ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗത്തിലെത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇനി വ്രത അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, 3 ദിവസമാണ് ദശമി, ഏകാദശി, ദ്വാദശി, ഇങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത്. ദശമി ദിവസം ഒരിക്കലൂണ്, പിന്നെ ഏകാദശി പൂർണ്ണ ഉപവാസം, ദ്വാദശിയുടെ അന്നും ഒരിക്കലൂണ് തന്നെയാണ്. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല, എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല, സദാസമയവും ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലുക. ഏകാദശി വ്രതം എടുക്കുന്നത് അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതം എടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ ഇപ്പോൾ ഡിസംബർ 30 31 വ്രതം എടുക്കേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടാവും. 30 എടുത്താൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുമോ, അതോ ഇങ്ങനെ 31 അത് എങ്ങനെയെന്ന് വെച്ചാൽ, ഏത് ദിവസം നമ്മൾ വ്രതം എടുത്താലും മനസ്സറിഞ്ഞ് ഓം നമോ നാരായണ എന്ന് ജപിച്ച് ഭഗവാനിൽ അർപ്പിക്കുന്ന ഏതൊരു വ്രതവും അദ്ദേഹം സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാക്കി വ്രതം എടുക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഈ ഒരു മനുഷ്യജന്മത്തിൽ നമുക്ക് ഇനിയൊരു ജന്മം വേണ്ട, ഈ ഒരു ജന്മം അനുഭവിച്ചത് തന്നെ ധാരാളം അല്ലേ, അങ്ങനെയല്ലേ? അതെ, അതുകൊണ്ട് സദാസമയവും ഭഗവാൻ